ഹായ് ഗൈസ്. അപ്പം ഇന്നിപ്പോൾ ഞാനുള്ളത് പമ്പയിലാണ് കേട്ടോ. അപ്പം വേറൊന്നുമല്ല, കച്ചവടത്തിന് വന്നതാണ്. പമ്പ കച്ചവടത്തിന് വന്നതാണേ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിലയ്ക്കലാണ് ഇതുള്ളത്, കച്ചവടം ഉള്ളത്. പക്ഷേ രാത്രി ആയതുകൊണ്ട്, ഇന്നിപ്പോൾ രാത്രി ആയതുകൊണ്ട് അവിടെ ആളെ ഇറക്കുന്നില്ല. അപ്പം രാവിലെ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ പോയി അവിടെ കയറണം. ഇതാണ് പമ്പയിലെ അവസ്ഥ കേട്ടോ. ആളുമില്ല, അനക്കവുമില്ല, ഒന്നുമില്ല. വളരെ കുറച്ച് കച്ചവടക്കാർ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. അവിടെ താൽക്കാലിക പന്തലുകളാണ് കേട്ടോ കാണിക്കുന്നത്. ഭയങ്കര വലിയ താൽക്കാലിക പന്തലുകളാണ്. സീസൺ ഇത് കഴിഞ്ഞാൽ ഇതങ്ങ് പൊളിച്ച് മാറ്റിക്കൊണ്ട് പോകും. കുറച്ച് കടകളൊക്കെ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് കടകളൊക്കെ ഉള്ളൂ. ഹോട്ടലുകൾ വളരെ കുറച്ചൊക്കെ ഉള്ളൂ. ആൾക്കാർ തീരെയില്ല, ഒട്ടുമില്ല. ഇനിയിപ്പം സീസൺ തുടങ്ങുന്നല്ലേ ഉള്ളൂ. ഇവിടെ വർക്കേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം അവർ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. അതാണ് ഇവിടുത്തെ ഇപ്പോൾ അവസ്ഥ കേട്ടോ. ഇത് കണ്ടോ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് 17-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് ഭക്തരെ കൊണ്ട് നിറയും കേട്ടോ. അയ്യപ്പന്മാരെ കൊണ്ട് നിറയും. വലിയ പുരോഗമനം എന്ന് പറയാൻ, ആകെ പുരോഗമനം എന്ന് പറയാൻ അങ്ങനെ എടുത്തു പറയത്തക്ക പുരോഗമനമൊന്നുമില്ല. പിന്നെന്താ, പഴയ പമ്പയുടെ പഴയ പ്രതാപമൊക്കെ അങ്ങ് പോയി. ആ ഒരു എന്താ പറയുക, ഉരുൾപൊട്ടലൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ആയപ്പോഴത്തേക്ക് ആ പഴയ പ്രതാപമൊക്കെ അങ്ങ് പോയി കേട്ടോ. ഇതെന്താണെന്ന് അറിയത്തില്ല, ഒരു താൽക്കാലിക പെട്ടിയാണ്. ഇതൊരു എന്താ പറയുക, എന്തിനും ഒരു പെട്ടി ഒന്നും മനസ്സിലാവില്ല. ഇതിവിടുത്തെ പുതിയ നടപ്പന്തല കേട്ടോ. ഇവിടെ ഒരു നടപ്പന്തലുണ്ടായിരുന്നു. അത് മറ്റേ വെള്ളപ്പൊക്കമൊക്കെ ആയപ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് മൊത്തം ഒഴിച്ചു പോയി. ഭയങ്കര ഇതായിരുന്നു, അത് പോയി കേട്ടോ. അപ്പം ഇത് പുതിയ പണിഞ്ഞ കേട്ടോ, അവര് നിർമ്മിച്ചേക്കുന്നതാണ്. അപ്പൊ പുതിയത് പണിഞ്ഞൊക്കെ നല്ല സെറ്റപ്പ് ആക്കിയിട്ടൊക്കെ എല്ലാ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇതങ്ങ് വരെ ഉണ്ട്. അതായത് നമ്മുടെ ഈ 18-ാം പടി കയറുന്ന അവിടെ മുതൽ അങ്ങ് മറ്റേ നമ്മുടെ ത്രിവേണി പാലത്തിന്റെ അവിടെ വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പുതിയ താൽക്കാലിക പന്തലുകളൊക്കെ. പന്തലുകളൊക്കെ വരാൻ തുടങ്ങുന്നില്ല കേട്ടോ. പണിയൊക്കെ വരുന്നത് മൊത്തം പന്നികളാണ്. അപ്പോൾ അത് കണ്ടത് വെർച്വൽ ക്യൂവിൻ്റെ എവിടെയാണ് വെർച്വൽ ക്യൂ ഒക്കെ ഒരു പരിശോധിച്ചിട്ടൊക്കെ പോകുന്നത്. നല്ല അപ്പോൾ ഇതാണ് പമ്പയിലെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുഴപ്പമില്ല, ആരും മറന്നു പോകരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട് പമ്പയിലെ കാഴ്ചകളൊക്കെ. അപ്പം പമ്പയിലെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ചെത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.